നിങ്ങളെല്ലാവരും ചോദിച്ചിട്ടുള്ള മന്തീൻ്റെയും ബിരിയാണീൻ്റെ കൂടെയൊക്കെ സൈഡായിട്ട് കഴിക്കാൻ പറ്റുന്ന 2 ഡിപ്പിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. നല്ല ടേസ്റ്റാ, എന്നാൽ നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാനും വേണ്ടിയിട്ട് പറ്റുമേ. പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ഒരു 10-15 അല്ലി വെളുത്തുള്ളി ചതച്ചിട്ടോ അല്ലെങ്കിൽ ചെറുതായിട്ട് പീസസ് ആക്കിയിട്ടോ ചേർത്ത് കൊടുക്കുക. ഒന്ന് മുരിപ്പിച്ചെടുക്കുക, ഒരുപാട് കളർ മാറണ്ട. എന്നിട്ടൊരു 3-4 ടേബിൾ സ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ എടുക്കുക കേട്ടോ. അത് ചേർത്ത് കൊടുത്തിട്ട് എണ്ണയിലൊന്ന് മുരിപ്പിച്ചെടുക്കുക, കരിഞ്ഞു പോരുത് കേട്ടോ. മുളക് പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ഫ്ലെയിം ഓഫാക്കി കൊടുത്തോ. എന്നിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ടൊമാറ്റോ സോസ് ഇല്ലേ, അത് കുറച്ച് ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് മധുരവും പുളിയും എത്രയാണോ പാകം അതിനനുസരിച്ച് എല്ലാം ചെയ്തെടുക്കുക. പുളിക്ക് വേണ്ടിയിട്ട് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് തിളപ്പിച്ചാറി വെള്ളമാണ് കേട്ടോ. അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. പെട്ടെന്ന് തന്നെ കുറുകി വരും കേട്ടോ. മുളക് പൊടിയല്ലേ, നമ്മൾ കൂടുന്നതിനനുസരിച്ച് തിളപ്പിച്ചാറി വെള്ളം ചേർത്തിട്ട് ഒന്ന് റെഡിയാക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ നമ്മളെ പാകത്തിന്. വേറൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു 1-2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് പച്ച മാങ്ങ കേട്ടോ, ഞാൻ നല്ല പുളിയുള്ള മാങ്ങ എടുത്തിട്ടുള്ളത്, അത് ചേർത്ത് കൊടുക്കുക. ഒരു വലിയ മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ എരിവിനായിട്ട് 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കൈപ്പിടി നിറച്ച് മിൻറ്റ് ലീവ്സ് ഇല്ലേ, പുതിന, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒന്ന് വഴറ്റി കൊടുക്കുക, ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. ചെറുതായിട്ടൊന്ന് കുക്കായിട്ട് വരുക ഇതുപോലെ. ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടത് തണുത്തതിന് ശേഷം നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഈസി അല്ലേ. നമ്മൾ 2 ഡിപ്പും റെഡിയാണ്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. മധുരവും ഉപ്പും പുളിയൊക്കെ രണ്ടിലും നിങ്ങൾ പാകത്തിനാക്കിയിട്ട് എടുക്കുക. ഇത് ഒരാഴ്ച നമുക്ക് പുറത്ത് തന്നെ വെക്കാം. പിന്നെ നമുക്ക് കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് റെസിപ്പി നമ്മൾ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇൻസ്റ്റയിൽ ഞാൻ സ്റ്റോറിയിൽ ലിങ്കും കൊടുത്തേക്കാം. ഒരു മന്തീൻ്റെ കൂടെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ. മന്തിയും നിങ്ങൾ ട്രൈ ആക്കി നോക്കുക, അതിൻ്റെ കൂടെ ഈ ഡിപ്പും ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഇതിന് എന്തായാലും ഇത് തന്നെ ഉണ്ടാക്കിക്കോ. നല്ല കിടിലൻ ടേസ്റ്റുള്ള മന്തിയാണ് കേട്ടോ. ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിക്കോ.